ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിയിക്കാനും ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനും പദ്ധതിയിട്ട് അമേരിക്ക. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്വീകരിക്കാൻ ജോർദൻ, ഈജിപ്ത് രാജ്യങ്ങളോട് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. വനിതാ ബന്ദി അർബേൽ യഹൂദിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ്. ഗസയിൽ തിരിച്ചെത്തിയ ഫലസ്തീൻകാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ കരാറുകളൊക്കെ നടക്കുന്ന സമയത്ത് ഗസയുടെ പുനർനിർമ്മാണം കൂടി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്നുള്ള രീതിയിൽ അവർ അതുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഫലസ്തീനികളെ പുറന്തള്ളുക എന്നതായിരുന്നോ ഈ പുനർനിർമ്മാണം കൊണ്ട് ഉദ്ദേശിച്ചത്? ജോർദൻ, ഈജിപ്ത് രാജ്യങ്ങളോടാണല്ലോ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും നിലപാട് എന്താണ് വിഷയത്തിൽ? അമൃത, ജോർദാൻ രാജാവുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചത്. ഇന്ന് രാത്രി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുമായിട്ടും ഇക്കാര്യം താൻ സംസാരിക്കും. ഈജിപ്തിനോടും പരമാവധി ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുനരധിവസിപ്പിക്കണമെന്ന് താൻ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഈജിപ്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ജോർദാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ പ്രതികരണം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു നിർദ്ദേശം ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല. ജോർദാനികൾക്ക് ജോർദാൻ എത്ര പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ സമൂഹത്തിന്. അതുകൊണ്ട് പലസ്തീൻ ജനതയുടെ തീരുമാനം മാത്രമായിരിക്കും ഗസയിൽ പുലരുക. തങ്ങൾ ഒരു നിലയ്ക്കും ഈ ഒരു പലസ്തീനികളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയോ സന്നദ്ധതയോ അറിയിച്ചിട്ടില്ല എന്നുകൂടി ജോർദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്തും ഔദ്യോഗികമായി നേരത്തെ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഗസയിൽ നിന്ന് ആളുകൾ പലസ്തീൻ ജനതയെ പുറന്തള്ളുന്നതിന് തങ്ങൾ ശക്തിയുക്തം തന്നെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ ഈജിപ്ത് വ്യക്തമാക്കിയതാണ്. അതേ നിലപാട് തന്നെ ഒരുപക്ഷെ ട്രംപിനോട് ഈജിപ്ത് പ്രസിഡന്റ് പ്രതികരിച്ചേക്കുമെന്നാണ് വാർത്താ റിപ്പോർട്ടുകളിൽ വ്യക്തമാവുന്നത്. ഏതായാലും അമേരിക്ക വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം, ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ജോ ബൈഡന്റെ സമയത്ത് റഫ ആക്രമണം നടന്നൊരു ഘട്ടത്തിൽ 2000 പൗണ്ട് ആയുധങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു. ആ ആയുധങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിൽ വിനാശകാരിയായിട്ടുള്ള ഒരു യുദ്ധം മേഖലയിൽ അവസാനിക്കാൻ പോലും സാധ്യതയില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ, 2000 പൗണ്ട് വരുന്ന ബോംബുകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം വരുന്നത്. സ്വാഭാവികമായിട്ടും ഗസയുടെയും അതോടൊപ്പം തന്നെ മേഖലയുടെയും ഭാവിയെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരത ഇസ്രായേൽ തുടരുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. നാസർ, അതുപോലെ ഈ അർബേൽ യഹൂദിന്റെ മോചനം അത് സംബന്ധിച്ച് എന്ത് പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്? ഇത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ തുടക്കം മുതൽ തന്നെ ട്രംപിൻ്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് ഇസ്രായേൽ നേതൃത്വം നെതന്യാഹു ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് പല വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് വ്യവസ്ഥകൾ ഹമാസ് ലംഘിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഈ കരാറിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ നെതന്യാഹു സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ്. കാരണം ഇന്നലെ 4 വനിതാ ബന്ദികളെ വിട്ടയച്ചു. അപ്പോൾ എന്തുകൊണ്ട് അർബേൽ യഹൂദിനെ വിട്ടയക്കുന്നില്ല? അവരൊരു സിവിലിയൻ വനിതയാണ്. അവരെ ആയിരുന്നു ഈ സൈനിക ബന്ദികൾക്ക് മുമ്പേ വിട്ടയക്കേണ്ടത്. അതുകൊണ്ട് യഹൂദിനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്നൊരു നിലപാട് നെതന്യാഹു പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, അവരെ വിട്ടയക്കുന്നത് വരെ വടക്കൻ ഗസയിലേക്ക് ഈ പലസ്തീനികളെ തിരിച്ചു വരാൻ അനുവദിക്കുകയില്ല എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് നെത്സരിയും കോറിഡോറിൻ്റെ ഭാഗങ്ങളിൽ 10,000-ങ്ങളാണ് ഇപ്പോൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ കഴിയാതെ കാത്തുകെട്ടിക്കിടക്കുന്നത്. അവർക്കെതിരെയാണ് വെടിവെപ്പ് നടന്ന് ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കരാർ മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അർബേൽ യഹൂദിനെ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനോടും ഇസ്ലാമിക് ജിഹാദിനോടും ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ കൈവശമാണ് യഹൂദ് ഉള്ളത്. അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഒരുപക്ഷെ അടുത്ത ശനിയാഴ്ചയാണ് ഇനി ബന്ദി കൈമാറ്റം നടക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരെ വിട്ടയച്ചുകൊണ്ട് ഈ കരാർ നിലനിർത്താനുള്ള ചില നീക്കങ്ങളിലാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും ഏർപ്പെട്ടിരിക്കുന്നത്. ആ നീക്കങ്ങൾ ഏറെക്കുറെ പുരോഗതിയുള്ളതായിട്ടാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ വ്യക്തമാവുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വനിതയെ വിട്ടയച്ചുകൊണ്ട് അതിന് പകരം 30 പലസ്തീൻ തടവുകാരെ വിട്ടയച്ചുകൊണ്ട് ശനിയാഴ്ചക്ക് മുമ്പ് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്.
നാസർ, അതുപോലെ ഗസയിൽ തിരിച്ചെത്തിയ ഫലസ്തീൻകാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറുമൊരു ഒരു പുകമറയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ്. തുടർ നീക്കങ്ങൾ ഇസ്രായേലിന്റെ എങ്ങനെയാണ്? ഈ തരത്തിൽ തന്നെ ആക്രമണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ? അവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരാറിനോ എത്ര കണ്ട് ഈ കരാർ ദുർബലപ്പെടുത്താനും അതോടൊപ്പം തന്നെ വീണ്ടും ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാനും ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ നിർബന്ധം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിൻ്റെ ഒരു കടുത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ കരാറിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കരാറിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ തീരുമാനം അല്ലെങ്കിൽ സമീപനത്തെ കൂടി ആശ്രയിച്ചാണ് ഈ കരാറിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വടക്കൻ ഗസയിൽ നിന്ന് ഈ 15 മാസത്തോളമായിട്ട് മാറി നിൽക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ജനതയ്ക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല എങ്കിൽ പോലും തങ്ങളുടെ ഭൂമിയിലേക്ക് തങ്ങൾ പിറന്നു വീണ ആ ഭാഗത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ജനതയുടെ അവകാശത്തിന് നേരെയാണ് സൈനികമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് 2 മാസം ഈ ലബനാനുമായിട്ടുള്ള ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു കരാർ രൂപപ്പെട്ടത്. 2 മാസം പുലരുകയാണ് ഇന്നത്തെ ഈ 2 മാസം പുലരുന്നതോടുകൂടി ഈ ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയും പിന്മാറണമെന്ന് ആ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഇസ്രായേൽ ആ സൈനിക സാന്നിധ്യം ഈ ദക്ഷിണ ലബനാനിൽ അവസാനിപ്പിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് തങ്ങൾ പിന്മാറുകയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അവിടെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇന്നും ഇന്നലെയുമായിട്ട് ഇസ്രായേൽ സേന നടത്തിയത്. അതിൻ്റെ ഭാഗമായി 11 ലബനാൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ലബനാൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സ്ഫോടനാത്മകമാക്കി മാറ്റുക, അതിലൂടെ തങ്ങളുടെ താല്പര്യങ്ങളെ നിലനിർത്തുക എന്ന ഒരു അജണ്ടയിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ മേഖലയുടെ ഭാവി വീണ്ടും ഇരുളടഞ്ഞതായിട്ട് മാറാനുള്ള വലിയ ഒരു അവസ്ഥ കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അമൃത. MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.